നമസ്കാരം. ഞാൻ ചിറക്കര മധു. മലയാള സിനിമാ ഗാനങ്ങളുടെ വസന്ത കാലഘട്ടത്തിലെ മണിമുത്തുകൾ പോലെയുള്ള ഗാനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഗാനവസന്തം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഇവിടെ പരിചയപ്പെടുന്ന ഗാനം 1968 റിലീസായ യക്ഷി എന്ന സിനിമയിലെ സ്വർണ്ണചാമരം വീശിയെത്തുന്ന എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം രചിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ വയലാർ രാമവർമ്മയാണ്. സംഗീതം നൽകിയിരിക്കുന്നത് മലയാള സിനിമ സംഗീത ലോകത്തിലെ കുലപതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പരവൂർ ജി ദേവരാജൻ മാസ്റ്ററാണ്. ഈ സിനിമ മലയാളത്തിലെ എന്നല്ല, തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വിളിക്കാവുന്ന സിനിമയാണ് യക്ഷി. പ്രസിദ്ധ നോവലിസ്റ്റ് മലയാറ്റൂർ രാമകൃഷ്ണന്റെ യക്ഷി എന്ന പേരിൽ തന്നെയുള്ള നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് സേതുമാധവൻ ആണ്. വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഈ സിനിമയിലെ നായകൻ സത്യനാണ്. ഇതിൻ്റെ കഥ ലഘുവായി സൂചിപ്പിച്ചാൽ, സത്യൻ വളരെ പ്രസിദ്ധനായ സുന്ദരനായ ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരു മഹത്തായ കണ്ടുപിടുത്തത്തിന് വേണ്ടി തൻ്റെ സമയം മുഴുവൻ പരീക്ഷണശാലകളിൽ ചിലവഴിക്കുകയാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും പ്രണയിക്കുകയും ചെയ്യുന്ന സഹപ്രവർത്തകർ ധാരാളം പേരുണ്ട്. അതിൽ ഒരാളാണ് ഉഷാകുമാരി അഭിനയിക്കുന്ന കഥാപാത്രം. ഈ ഗാനം രണ്ട് രീതിയിൽ സിനിമയിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ഉഷാകുമാരി ഒരു കവിത സത്യൻ്റെ സാന്നിധ്യത്തിൽ ആലപിക്കുന്നതായിട്ടാണ്. മറ്റൊന്ന്, യേശുദാസും പി ലീലയും കൂടി പാടുന്ന ഒരു യുഗ്മഗാനമായും ഇതേ ഗാനം തന്നെ ചെറിയ മാറ്റങ്ങളോടുകൂടി ചിത്രീകരിച്ചിട്ടുണ്ട്. നാം ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് പി ലീല പാടിയ ഗാനമാണ്. അപ്പോൾ ഗാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പി ലീലയെക്കുറിച്ച് ഒരു വാക്ക് പറയേണ്ടി വരും. കാരണം പുതിയ തലമുറയിലുള്ളവർക്ക് ആരാണ് പി ലീല എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ അറിവുണ്ടാവണം എന്നില്ല. അതുകൊണ്ടാണ് മലയാള സിനിമാ മേഖലയ്ക്ക് പുറമെ തെക്കേ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും സിനിമാ ഗാനങ്ങൾ ആലപിച്ച് പ്രസിദ്ധയായ ഫീമെയിൽ സിംഗർ ആണ് പി ലീല. 1950 മുതൽ ഏകദേശം 1990 വരെയുള്ള കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. 80 വരെ പൂർണ്ണമായി തെക്കേ ഇന്ത്യയിലെ സിനിമയിലെ ഗാനങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്ന ഗായിക എന്ന് പറയുന്നത് പി ലീലയായിരുന്നു. അത്ര തിരക്കേറിയ ഗായികയായിരുന്നു അക്കാലത്ത് പി ലീല. എല്ലാ ഭാഷകളിലും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അവാർഡുകൾ, പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്. പി ലീല സിനിമാ ഗാന മേഖലയ്ക്ക് പുറമെ ശാസ്ത്രീയ സംഗീതത്തിലും ഭക്തിഗാനങ്ങളുടെ മേഖലയിലും തൻ്റെ കഴിവ് തെളിയിച്ചതാണ്. അവർ പാടിയ ജ്ഞാനപ്പാന ഇപ്പോഴും അമ്പലങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഭക്തിഗാനമായി നമുക്ക് കേൾക്കാവുന്നതാണ്. 2006 ഭാരത സർക്കാർ അവർക്ക് പത്മഭൂഷൺ ബഹുമതി സമ്മാനിക്കുകയുണ്ടായി. അപ്പോൾ പി ലീല പാടിയ ഗാനമാണ് നാം ഇവിടെ പരിചയപ്പെടുന്ന സ്വർണ്ണചാമരം വീശിയെത്തുന്ന എന്ന് തുടർന്ന ഗാനം. ദേവരാജൻ മാസ്റ്റർ ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കല്യാണി എന്ന രാഗത്തിലാണ്. അപ്പോൾ പാട്ടിൻ്റെ ഈണം മനസ്സിലാക്കാൻ വേണ്ടി അതിലെ കുറച്ച് ഭാഗം ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്നു. തുടർന്ന് നമുക്ക് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പോകാം. സ്വർണ്ണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, സ്വർഗസീമകളും വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, ഹർഷലോലയായി നിത്യവും നിന്റെ ഹംസതൂലികാശയ്യയിൽ വന്നു പൂവിടുമായിരുന്നു ഞാൻ എന്നും ഈ പർണശാലയിൽ. ഇത്തരത്തിലാണ് ഈ ഗാനത്തിൻ്റെ ഈണം മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്കിതിൻ്റെ ആശയത്തിലേക്ക്, അർത്ഥതലത്തിലേക്ക് കടന്നു നോക്കാം.
ഇത് ഒരു പ്രണയിനിയുടെ, ഒരു കാമുകിയുടെ ആഗ്രഹങ്ങളാണ് ഈ ഗാനത്തിലൂടെ പ്രതിപാദിക്കപ്പെടുന്നത്. പ്രണയിനി തൻ്റെ കാമുകൻ്റെ മുന്നിൽ നിന്ന് ഈ കവിത പാടുന്നതാണ്. അപ്പോൾ അങ്ങയിലേക്ക് എൻ്റെ പ്രണയം ഞാൻ അറിയിക്കാൻ ഒരു മാർഗമായാണ് ഈ കവിത ഉപയോഗിക്കുന്നത്, അല്ലയോ പ്രിയതമ എന്ന് അവർ പറയാതെ പറയുകയാണ് ഈ ഗാനത്തിലൂടെ. സ്വർണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, സ്വർഗസീമകൾ ഉമ്മ വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. എൻ്റെ പ്രാണനാഥ, ഞാനൊരു സ്വപ്നമായിരുന്നെങ്കിൽ. എങ്ങനെയുള്ള സ്വപ്നം? സ്വർണചാമരം വീശിയെത്തുന്ന സ്വപ്നം. സ്വർണചാമരം എന്നാൽ സ്വർണം പതിച്ച വെഞ്ചാമരം, വിശറി ആയിരുന്നെങ്കിൽ, സ്വർഗസീമകൾ ഉമ്മ വയ്ക്കുന്ന, സ്വർഗം വരെ എത്തുന്ന അത്ര ഉയർന്ന ഭാവനയുള്ള ഒരു സ്വപ്നമായിരുന്നു ഞാനെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഹർഷലോലയായി, സന്തോഷവതിയായി നിത്യവും നിന്റെ ഹംസതൂലിക ശയ്യയിൽ വന്നു പൂവിടുമായിരുന്നു ഞാൻ. അങ്ങനെയെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് അങ്ങയോടൊപ്പം അങ്ങയുടെ ശയ്യയിൽ ശയിക്കാനാകുമായിരുന്നല്ലോ പ്രിയതമ. അതിലധികം എനിക്ക് എന്തു വേണം എന്ന് ആ കാമുകി തുറന്നു പറയുകയാണ്. അങ്ങയുടെ ഈ പർണശാലയിൽ, ഈ പരീക്ഷണശാലയാകുന്ന ഈ പർണശാലയിൽ അങ്ങയോടൊപ്പം ശയിക്കാൻ, അങ്ങയോടൊപ്പം ചിലവഴിക്കാൻ എനിക്ക് കഴിഞ്ഞേനെയല്ലോ, അല്ലയോ പ്രിയതമ. തുടർന്ന് താവകാത്മാവിനുള്ളിലെ നിത്യദാഹമായിരുന്നെങ്കിൽ ഞാൻ, മൂകമാം നിൻ മനോരഥത്തിലെ മോഹമായിരുന്നെങ്കിൽ ഞാൻ. ഇതൊക്കെ ആ കാമുകി, ആ പ്രണയിനി സങ്കല്പിക്കുകയാണ്. അല്ലയോ പ്രിയതമ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്യാമായിരുന്നല്ലോ എന്നാണ്. അപ്പോൾ അതിലാദ്യം പറയുന്നത് അങ്ങയുടെ ആത്മാവിനുള്ളിലെ ദാഹം ഞാനായിരുന്നെങ്കിൽ, അങ്ങയുടെ മനോരഥത്തിലെ, അങ്ങയുടെ സങ്കല്പത്തിലെ മോഹം ഞാനായിരുന്നെങ്കിൽ. എത്രയോ എത്രയോ പ്രൗഢമായ ഭാവനയാണെന്ന് ഓർത്തു നോക്കൂ. അങ്ങയുടെ ആത്മാവിലെ ദാഹം ഞാനായിരുന്നെങ്കിൽ ഞാൻ കൃതാർത്ഥയായേനെ. അങ്ങയുടെ മനോരഥത്തിലെ മോഹം ഞാനായിരുന്നെങ്കിൽ ഞാൻ കൃതാർത്ഥയായേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എന്നും നൃത്തലോലയായി, മുഗ്ധസങ്കല്പമായി അങ്ങയോടൊപ്പം വന്ന് കഴിയാൻ എനിക്ക് കഴിയുമായിരുന്നല്ലോ. എൻ്റെ പ്രേമസൗരഭം അങ്ങേക്ക് ചാർത്താൻ എനിക്ക് കഴിയുമായിരുന്നല്ലോ, അല്ലയോ പ്രാണനാഥ എന്നാണ് ആ പ്രണയിനി ഈ കവിതയിലൂടെ ഭംഗ്യന്തരേണ പറയാൻ ശ്രമിക്കുന്നത്. തുടർന്നുള്ള വരികൾ ഇങ്ങനെയാണ്: ഗായക നിൻ വിഭഞ്ചികയിലെ ഗാനമായിരുന്നെങ്കിൽ ഞാൻ. അങ്ങൊരു ഗായകൻ ആയിരുന്നെങ്കിൽ അങ്ങയുടെ വിഭഞ്ചികയിലെ ഒരു ഗാനമായി ഞാൻ വന്നിരുന്നേനെ. അങ്ങനെയെങ്കിൽ അങ്ങയുടെ കരസ്പർശം താവകാങ്കുലിയിലാളിതം ഒരു താളമായിരുന്നെങ്കിൽ ഞാൻ, അങ്ങയുടെ കരസ്പർശം കൊണ്ട് ഞാനൊരു താളമായി മാറിയിരുന്നേനെ. അങ്ങനെയെങ്കിലും എനിക്ക് അങ്ങയുടെ കരസ്പർശം കിട്ടിയേനെ, അല്ലയോ നാഥ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗായക നിൻ വിഭഞ്ചികയിലെ ഗാനമായിരുന്നെങ്കിൽ ഞാൻ, താവകാങ്കുലിയിലാളിതം ഒരു താളമായിരുന്നെങ്കിൽ ഞാൻ. കൽപ്പനകൾ ചിറകണിയുന്ന പുഷ്പമംഗല്യ രാത്രിയിൽ വന്നു ചൂടിക്കുമായിരുന്നു ഞാൻ എന്നിലെ രാഗമാലിക. അങ്ങനെ ആയിരുന്നെങ്കിൽ കൽപ്പനകൾ, സങ്കല്പങ്ങൾ, ഭാവനകൾ ചിറകണിയുന്ന പുഷ്പമംഗല്യ രാത്രിയിൽ, മധുവിധു രാത്രിയിൽ എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ എത്തി എൻ്റെ രാഗമാലിക അങ്ങേക്ക് ചൂടിക്കാമായിരുന്നല്ലോ പ്രാണനാഥ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അവസാന ഭാഗം നമുക്കൊന്ന് ഈണത്തിൽ ആലപിച്ചു നോക്കാം. ഗായക നിൻ വിഭഞ്ചികയിലെ ഗാനമായിരുന്നെങ്കിൽ ഞാൻ, താവകാങ്കുലിലാളിതമൊരു താളമായിരുന്നെങ്കിൽ ഞാൻ. കൽപ്പനകൾ ചിറകണിയുന്ന പുഷ്പമംഗല്യരാത്രിയിൽ വന്നു ചൂടിക്കുമായിരുന്നു ഞാൻ എന്നിലെ രാഗമാലിക. അങ്ങനെയാണെങ്കിൽ ഗായക അങ്ങയുടെ വിഭഞ്ചികയിലെ ഒരു ഗാനമായിരുന്നു ഞാനെങ്കിൽ, അങ്ങയുടെ അങ്കുലി സ്പർശം, അങ്ങയുടെ കരലാളനമേൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നല്ലോ. കൽപ്പനകൾ
ചിറകണീക്കുന്ന, ഭാവനകൾ പൂത്തു നിൽക്കുന്ന പുഷ്പമംഗലി രാത്രിയിൽ എനിക്ക് അങ്ങയോടൊപ്പം വന്ന് എൻ്റെ രാഗമാലിക അങ്ങേക്ക് ചൂടിക്കാൻ കഴിയുമായിരുന്നല്ലോ. അപ്പോൾ എത്രയോ മനോഹരമായ ഭാവനയാണ് വയലാർ ഈ ഗാനത്തിലൂടെ നമുക്ക് മുമ്പാകെ കാട്ടിത്തരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മനോഹരമായ സ്വർണ്ണചാമരം വീശിയെത്തുന്ന എന്ന് തുടങ്ങുന്ന ഗാനം പി ലീലയുടെ ശബ്ദത്തിൽ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കൂ. യേശുദാസും പി ലീലയും കൂടി പാടുന്ന ഗാനത്തിൽ വരികളിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് കേൾക്കാൻ ശ്രമിക്കൂ, അത് ആസ്വദിക്കാൻ ശ്രമിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.